അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖാല അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാം പറയുന്ന ഓരോ ഇൽമുകളും അല്ലാഹു തആല അവൻ പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയിട്ടുള്ള എല്ലാ അപരാധങ്ങളും അല്ലാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് പുറത്ത് മാപ്പാക്കിത്തരട്ടെ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ആഖിറത്തിൽ ചെല്ലുമ്പോൾ 5 കാര്യങ്ങൾ അല്ലാഹു തആല നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് 5 കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഈ 5 കാര്യങ്ങൾ നാം മനസ്സിലാക്കിയാൽ, അതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. റസൂൽ കരീം അവിടുന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 കാര്യം ഉണ്ടാവുന്നതിന് മുമ്പ് നീ 5 കാര്യങ്ങൾ സൂക്ഷിക്കണം. തൻ്റെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1, ഹയാതക ഖബ്ല മൗതിക. നിൻ്റെ മരണത്തിന് മുമ്പുള്ള നിൻ്റെ ജീവിതം, ആ ജീവിതം അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നീ നന്ദിയുള്ളവനാകണം. നന്ദികേട് ചെയ്യുമ്പോഴാണ് തൻ്റെ ജീവിതം മോശമായി വരുന്നത്. അപ്പം തൻ്റെ ജീവിതത്തിൽ അല്ലാഹു അവന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നീ ചെയ്യുക. അതാണ് ഹയാതക ഖബ്ല മൗതിക, നിൻ്റെ മരണത്തിന് മുമ്പുള്ള ജീവിതം. രണ്ടാമത്തത് പറയുന്നത് എന്താണ്? വസിഹതിക ഖബ്ല സഖമിക, രോഗിയാകുന്നതിന് മുമ്പുള്ള നിൻ്റെ ആരോഗ്യമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ രോഗം വരുന്നതിന് മുമ്പ് നിനക്ക് നല്ല സമയങ്ങളുണ്ടായിരുന്നു. ഈ നല്ല സമയങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ സമയം കണ്ടെത്തണം. മൂന്നാമത്തത് എന്താണ്? വഫറാഗക ഖബ്ല ശുഗ്ലിക, ജോലി തിരക്കാവുന്നതിന് മുമ്പുള്ള ഒഴിവു സമയമാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അസിഹത്ത് വൽ ഫറാഗ്, 2 കാര്യങ്ങളുണ്ട്, 2 സമയങ്ങളുണ്ട്. ഈ 2 സമയങ്ങൾ നാം ശ്രദ്ധയോടുകൂടി ചെലവഴിച്ചാൽ അല്ലാഹുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമുക്ക് നേട്ടങ്ങളുണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് സിഹത്ത്, മറ്റൊന്ന് ഫറാഗാണ്. അപ്പോൾ സിഹത്ത് ആരോഗ്യമുള്ള സമയമാണ്, ഫറാഗ് ഒഴിവ് സമയമാണ്. ആരോഗ്യമുള്ള സമയത്തും ഒഴിവ് സമയത്തും നമ്മുടെ ആയുസ്, നമ്മുടെ സമയങ്ങൾ നാം നല്ല നിലക്ക് ചെലവാക്കുക.
നേരെ മറിച്ച് തോന്നിയതുപോലെ നാം ജീവിച്ചാൽ, നന്മയ്ക്ക് വേണ്ടിയല്ലാതെ സമയത്തിനെ കൊന്നാൽ, നിനക്ക് അല്ലാഹുവിൻ്റെ മുന്നിൽ ഒരു നേട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് നിന്റെ ആയുസ്, നിന്റെ മരണത്തിന് മുമ്പുള്ള ജീവിതം, ജോലി തിരക്ക് വരുന്നതിന് മുമ്പുള്ള സമയങ്ങൾ, രോഗിയാവുന്നതിന് മുമ്പുള്ള ഐശ്വര്യമുള്ള സമയങ്ങൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക. നാലാമത്തെ കാര്യമെന്താണ്? വശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വമാണ്. അപ്പം യുവത്വം എന്ന് പറയുന്നത് അത് നല്ല സമയമാണ്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ആരാധന ചെയ്യാൻ സമയം കണ്ടെത്തുക. നാളെയാവട്ടെ, വൈകുന്നേരമാവട്ടെ, മറ്റന്നാളാവട്ടെ, പിന്നെയാവട്ടെ, ഇനിയും ചെയ്യാലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് സമയങ്ങളിങ്ങനെ മുന്നോട്ട് പോയാൽ പെട്ടെന്നായിരിക്കും നമ്മുടെ മരണമുണ്ടാവുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യമെന്താണ്? വഗിനാനക ഖബ്ല ഫഖരിക, ദാരിദ്ര്യത്തിന് മുമ്പുള്ള ഐശ്വര്യമാണ്. ജോലിയുണ്ട്, സമ്പാദ്യമുണ്ട്, നല്ല ഐശ്വര്യമുണ്ട്, ധനവാനാണ്, പക്ഷേ ഒന്നും ചെയ്തില്ല. എന്തോ ചില കാരണങ്ങൾ കൊണ്ടവൻ അവൻ്റെ ധനമെല്ലാം പോയി, പാപ്പറയടിച്ചു. അപ്പം ചിന്തിക്കാം, മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയായിരുന്നു? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല സമയങ്ങൾ അല്ലാഹു തആല നൽകുമ്പോൾ നാം അതിന് നന്മയ്ക്ക് വേണ്ടി ചെലവാക്കുക. നമ്മുടെ ആയുസ് നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുക. എന്നാൽ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പ്രയാസം നേരിടേണ്ടി വരില്ല. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.